ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് മാർക്കറ്റിംഗ് പർപ്പസിനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ബിസിനസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ ഫോട്ടോഷോപ്പ് 2020 വെർഷനാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആദ്യം തന്നെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ഡയലോഗ് ബോക്സിൽ ന്യൂ ഡോക്യുമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ആദ്യം തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കാം. ഇവിടെ നമുക്ക് ബിസിനസ് കാർഡ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബിസിനസ് കാർഡിൻ്റെ സൈസ് കൊടുക്കണം. ബിസിനസ് കാർഡിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് 3.5 ഇഞ്ചും ഹൈറ്റ് 2 ഇഞ്ചുമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഞ്ചസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ വിഡ്ത്തിനകത്ത് 3.5 കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ വിഡ്ത്ത് 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഹൈറ്റിൽ വന്ന് 2 ഇഞ്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റെസൊല്യൂഷൻ കാണാവുന്നതാണ്. ഈ ഒരു റെസൊല്യൂഷൻ നമുക്ക് 300 തന്നെ കീപ്പ് ചെയ്യാം. ഇനി അതിനടുത്തായിട്ട് കളർ മോഡ് എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ RGB ആണ് സെലക്ട് ആയിട്ടുള്ളത്. ഈ ഒരു കളർ മോഡ് ഓപ്ഷനകത്ത് മിക്കപ്പോഴും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് RGB കളർ മോഡാണോ അതോ CMYK കളർ മോഡാണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട്സ് വരാറുണ്ട്. നമ്മൾ ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് CMYK കളർ മോഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനൊക്കെ മസ്റ്റായിട്ടും CMYK കളർ മോഡാണ് ആവശ്യമുള്ളത്. നിങ്ങൾ ബൾക്കായിട്ടൊക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്രസ്സുകളിലും മറ്റും പോകാറുണ്ട്. അവിടെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മസ്റ്റായിട്ടും ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് CMYK കളർ മോഡാണ് കൊടുക്കേണ്ടത്. എന്നാലും നമ്മൾ കളർ മോഡ് RGB കൊടുക്കുന്ന വർക്കുകൾ നമുക്ക് ലേസർ പ്രിൻറ്റിങ് ചെയ്യാൻ കഴിയുന്നതാണ്, അതായത് ഡിജിറ്റൽ പ്രിൻറ്റിങ്. അതുപോലെ തന്നെ നമ്മൾ ഇമെയിലൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ലേ ഔട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് RGB കളർ മോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതായതുകൊണ്ട് ഇവിടെ RGB കളർ മോഡാണ് കീപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴെ പോയതിന് ശേഷം ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസ് വെച്ചുകൊണ്ടുള്ള ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൽ ബിസിനസ് കാർഡിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ലേ ഔട്ടുകളും ചെയ്യാം. എനിക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് റൈറ്റ് സൈഡിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എലിപ്സ് ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ടൂൾ ബാറിൽ പോയതിന് ശേഷം എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പം നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ തന്നെ കിട്ടുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പ് കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ചെയ്ത് വയ്ക്കാം. ഞാൻ Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇതിവിടെ കമ്മിറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ലെയറിൽ വന്നതിന് ശേഷം ഈ തംബ്നെയിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു കളർ പിക്കറിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. നമ്മൾ ലേ ഔട്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഈ കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത പോലത്തെ 3 ഷേപ്പ് കൂടി നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വീണ്ടും എലിപ്സ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഈ ഷേപ്പിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിനായിട്ട് ഷോർട്ട് കീയുള്ള Ctrl+J പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഇതുപോലെ തന്നെ 2 കോപ്പിയോടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ മൊത്തം 3 കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ 3 ലെയറിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി അല്പം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഒപ്പാസിറ്റി റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഷേപ്പിനെ അല്പം കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഷേപ്പുകൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി 100% തന്നെ ആക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഷേപ്പിനെ അല്പം കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി കുറച്ചുകൊണ്ട് ഈ ഷേപ്പ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് അല്പം കൂടി നമുക്കൊന്ന് മുകളിലേക്ക് നീക്കി വെക്കാം. ഓക്കെ, ഈ ഒരു ഷേപ്പിന് ഞാൻ ഇത്തരത്തിലാണ് അലൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷേപ്പിനെ മൂവ് ചെയ്ത് വെക്കാം. ഈ ഒരു ഷേപ്പിന് അല്പം കൂടെ മുകളിലേക്ക് നീക്കി വെക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിനേക്കാളും അല്പം കൂടി വീതി കൂട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഷേപ്പ് കൂടി നമുക്ക് നീക്കി വയ്ക്കാം. ഓക്കെ, ഈ ഒരു ഷേപ്പിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോയിരുന്നു. ഇതിൻ്റെ ഒപ്പാസിറ്റി കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കാണാവുന്നതാണ്. നമുക്കിതിനെ അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷേപ്പുകൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെയും കളറുകൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒപ്പാസിറ്റി നമുക്ക് തിരിച്ച് 100%ലേക്ക് കൊണ്ടുവരാം. ഒരുമിച്ച് ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് 100% കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഷേപ്പിനകത്താണ് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ഷേപ്പിനകത്ത് മറ്റൊരു കളർ കൊടുക്കാം. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് ഞാൻ റെഡിൽപ്പെട്ട ഒരു കളർ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്പം ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ മതി. ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ നമുക്ക് മൂന്നാമത്തെ ഷേപ്പിനും കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ നമുക്ക് ആദ്യം പിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പിന് സെയിം കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കളർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ഷേപ്പിനും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കളറാണ് പിക്ക് ചെയ്യുന്നത്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ 3 ഷേപ്പിനും വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടേക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സ്പേസ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് അല്പം കൂടെ റൈറ്റ് സൈഡിലേക്ക് നീക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് കാർഡിൻ്റെ ഓണറുടെ നെയിം കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ആയിട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടേക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു ബിസിനസ് കാർഡിന് ആവശ്യമായിട്ടുള്ള സാമ്പിൾ ഡീറ്റെയിൽസ് ഒരു നോട്ട് പാഡിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടേക്ക് കോപ്പി ചെയ്യാം. ഇവിടുന്ന് നെയിമും ഡെസിഗ്നേഷനും കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു സെയിം കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു നെയിമിന് നമുക്ക് ബോൾഡ് ആയിട്ട് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇവിടുന്ന് ഞാൻ ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോണ്ട് സൈസ് ഒരു 11.8 കൊടുക്കാം. നമ്മൾ ഫോണ്ട് ഏരിയയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഡെസിഗ്നേഷൻ്റെ സൈസ് കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം. നമുക്കിത് റെഗുലർ തന്നെ കീപ്പ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഒരു 6 പോയിൻ്റ് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. ഈ ഒരു സെയിം കളർ തന്നെ നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസിന് കുറച്ച് ഐക്കൺസ് കൂടി കൊടുക്കണം. ആ ഒരു ഐക്കൺസ് ഞാൻ ഓൾറെഡി തന്നെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിന് ഇവിടേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഫോൾഡറിൽ പോയതിന് ശേഷം ഇവിടേക്ക് ഐക്കൺസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഐക്കണും അതുപോലെ തന്നെ ഈ ഒരു വിസിറ്റിംഗ് കാർഡിന് ആവശ്യമായിട്ടുള്ള ലോഗോ കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഐക്കൺസിനെ എല്ലാം നമ്മുടെ ബിസിനസ് കാർഡിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഐക്കൺസിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ബിസിനസ് കാർഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഈ നെയിമിൻ്റെ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ ഇവിടെ അലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ ബിസിനസ് കാർഡ് പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കട്ടായി പോയിരിക്കാനായിട്ട് ഇത്ര സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിവിടേക്ക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഞാനിവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓരോ ഡീറ്റെയിലും സെപ്പറേറ്റ് ആയിട്ടാണ് കോപ്പി ചെയ്യുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഫോൺ നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമുക്കിതിൻ്റെ ഫോണ്ട് ഇവിടുന്ന് റോബോട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ നമുക്കിവിടുന്ന് ലൈറ്റ് മതി. ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഒരു സെയിം കളർ തന്നെ കൊടുക്കാം. ഈ ഒരു ഫോൺ നമ്പറിന് ഇവിടെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോൺ നമ്പറിൻ്റെ കോപ്പി എടുത്ത് താഴേക്ക് വയ്ക്കാം. അതിനായിട്ട് നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കാവുന്നതാണ്.
നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിൽ താഴെ കോപ്പി കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് സ്മോൾ ലെറ്ററിലോട്ട് മാറ്റാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഡീറ്റെയിലിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോകാം. ഇവിടെ നിന്ന് ഈ ഒരു ഓൾ ക്യാപ്സ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിൻ്റെ കോപ്പി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വിസിറ്റിംഗ് കാർഡിൽ ആവശ്യമായിട്ടുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസുകളും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കമ്പനിയുടെ വർക്കാണോ ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ലോഗോയും അതുപോലെ തന്നെ അതിൻ്റെ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടേക്ക് ലോഗോ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ലോഗോ സെലക്ട് ചെയ്ത് നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ലോഗോ ഇവിടെ അപ്പിയർ ആവാത്തത് ഈ ഒരു ഷേപ്പിൻ്റെ ലെയറിൻ്റെ താഴെയായിട്ടാണ് പ്ലേസ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെയർ ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ലോഗോയുടെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ലെയർ സ്റ്റൈൽ വന്നതിന് ശേഷം കളർ ഓവർലേ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സെയിം കളർ തന്നെ കീപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ഓക്കെ പ്രസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ചെയ്യാം. ഓക്കെ, ഇതിനിപ്പോൾ ഇത്രയും സൈസ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലോഗോയുടെ താഴെ കമ്പനി നെയിം കൂടി ടൈപ്പ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ കളർ പിക്കറിൽ പോയതിന് ശേഷം വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഡീറ്റെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോവാം. ഇവിടെ നിന്ന് ഓൾ ക്യാപ്സ് ഇനേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു കമ്പനി നെയിമിൻ്റെ സൈസ് കൂടി നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഞാനൊരു 14 ആണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒന്ന് ബോൾഡ് ആക്കണം. ഈ ഒരു സബ് ടൈറ്റിൽ നമുക്ക് ഈ ഒരു സൈസ് തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഡീറ്റെയിലിന് നമുക്കൊന്ന് സെൻട്രൽ അലൈൻ ചെയ്യണം. ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻട്രൽ അലൈൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലും ഈ ഒരു ലോഗോയിനെയും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ അലൈൻ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പോയി ഹൊറിസോണ്ടൽ അലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് നീക്കി വയ്ക്കാം. ഓക്കെ, നമ്മുടെ ബിസിനസ് കാർഡ് ലേഔട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലേഔട്ടിനെ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. നമ്മുടെ ആ ഒരു സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഫയൽ നെയിം ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡിസൈന് JPG ഫോർമാറ്റിലേക്ക് കൂടി ഒന്ന് സേവ് ചെയ്യാം. ഞാൻ വീണ്ടും ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ടൈപ്പിനകത്ത് പോയതിന് ശേഷം JPG ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ക്വാളിറ്റി നമുക്ക് മാക്സിമം കൊടുത്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ലേഔട്ട് JPG ഫോർമാറ്റിലും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.